ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചരിത്ര വിജയം, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വലിയ വിജയമുണ്ടാകും എന്നതിൽ യാതൊരു സംശയമില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിലയിരുത്തുന്ന രണ്ട് കാര്യങ്ങളാണ്. ഇടതുമുന്നണി സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ, മറ്റൊന്ന് അഴിമതിരഹിതമായ ഭരണം, മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടത് മതേതരത്വത്തിന് വേണ്ടിയുള്ള ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ നിലപാട്. മലയാളി എന്നും മതനിരപേക്ഷതയോടൊപ്പമാണ്, വർഗീയതയ്ക്കെതിരാണ്. ആ ഒരു വികാരം പൊതുവായി പ്രതിഫലിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ഈ മതേതരത്തിന് വേണ്ടിയുള്ള നിലപാടെടുക്കാനും മതന്യൂനപക്ഷങ്ങളുടെയും എല്ലാ വിഭാഗക്കാരുടെയും സംരക്ഷണത്തിന് മുൻനിരയിൽ നിൽക്കാനും കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമാണ്. അതിന് വികസന രംഗത്ത് നടത്തിയിട്ടുള്ള വലിയ മുന്നേറ്റം അത് മാറ്റി നിർത്തുന്ന മാത്രമല്ല, ഓരോ വ്യക്തിയുടെയും ക്ഷേമത്തിന് വേണ്ടി ഇടതുമുന്നണി സർക്കാർ സ്വീകരിച്ചിട്ടുള്ള വ്യക്തവും ശക്തവുമായ നിലപാടുകൾ ജനങ്ങൾ വിലയിരുത്തും. അതിനാണ് വോട്ട്. അല്ലാതെ വെറുതെ ജാതിക്കും മതത്തിന് വോട്ട് ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതല്ല ഭൂരിപക്ഷം എന്ന് മനസ്സിലാക്കാൻ ഈ തിരഞ്ഞെടുപ്പ് ഉപകരിക്കും. പ്രതിപക്ഷത്തിനോ ബി ജെ പിക്കോ കഴിഞ്ഞ ഈ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ രംഗത്ത് എവിടെയും സർക്കാരിനെതിരെ ശബരിമലയെക്കുറിച്ചുള്ള ഒരു പരാമർശമല്ലാതെ മറ്റൊന്നും പറയാൻ പറ്റില്ല. സർക്കാരിനെതിരെ പറയുന്ന പരാമർശത്തിൽ യാതൊരു പങ്കും സർക്കാരിനതിലില്ല. ശബരിമല വിഷയത്തിൽ ശബരിമലയുടെ ആചാര ലംഘനം നടത്തിയിട്ടില്ല. ശബരിമലയിൽ പോകുന്ന ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഭക്തജനങ്ങൾക്ക് കഴിഞ്ഞ വർഷവും ഈ വർഷവും ശബരിമലയിൽ ഏറ്റവും നല്ല ഒരു സ്വീകരണവും സൗകര്യങ്ങളുമാണ് സർക്കാർ ഒരുക്കിയതെന്ന് എല്ലാ സംഘടനകളും എല്ലാ വ്യക്തികളും ഓരോ അയ്യപ്പന്മാരും വിലയിരുത്തുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ സീസണിൽ ഒരു സ്ഥലത്ത് പോലും എത്രയധികം തിരക്ക് വന്നിട്ട് പോലും ഭക്തജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ തൊഴുതു മടങ്ങാൻ, വളരെ വൃത്തിയായിട്ട് തൊഴുതു മടങ്ങാനും വഴിപാട് നടത്താനും പ്രസാദം വാങ്ങാനും ഒക്കെയുള്ള എല്ലാ സൗകര്യം ഒരുക്കി കൊടുക്കുക. അതാണ് സർക്കാർ ചെയ്യുന്നത്. അത് അവിടെ ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ ആ ക്രൈമിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതിയുടെ നേതൃത്വത്തിലാണ് അതിൻ്റെ അന്വേഷണം നടക്കുന്നത്. 2 തവണയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ പോലീസാണ് അന്വേഷിക്കുന്നത്, കേരള പോലീസാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ അത്രയും ഹൈക്കോടതിയുടെ വിശ്വസ്തയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ അത് മാത്രമാണ് ഇടതുപക്ഷ മുന്നണിക്കെതിരായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ, ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പാവപ്പെട്ടവൻ്റെ ഒരുപാട് വിഷയങ്ങളുള്ള സ്ഥലത്ത് ഈ ഒരു വിഷയം മാത്രമാണ് ഇന്നും പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും എല്ലാവരെയും ഇപ്പോൾ ടി വിയിൽ കാണുമ്പോൾ ഇവരെല്ലാം പറയുന്നത് ഈ ശബരിമലയിലെ വിഷയം സാധാരണക്കാരൻ്റെ വിഷയമല്ല, അത് വിശ്വാസത്തെ ബാധിക്കുന്നൊരു വിഷയമല്ല. അവിടെ ഒരു ക്രൈം നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. ആ ക്രൈമിൻ്റെ പുറത്ത് അന്വേഷണം നടക്കുക. അതിലെല്ലാ തീരുമാനവും ഇനി എടുക്കേണ്ടത് ബഹുമാനപ്പെട്ട കോടതിയാണ്. അതിനൊരു ഈ സർക്കാരിനെതിരെ പറയാൻ ഒന്നുമില്ല, എതിരായി പറയാൻ ഒന്നുമില്ല. കാരണം അത്രത്തോളം ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഈ സർക്കാർ നടത്തിയിട്ടുണ്ട്. ഓരോ വ്യക്തിയിലേക്കും ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങളെ സമീപിക്കാനും അതിന് പരിഹാരം കാണാനും ഫയൽ തീർപ്പാക്കലടക്കം ഒരുപാട് പാവപ്പെട്ടവൻ്റെ ജീവിതം കുടുങ്ങിക്കിടന്ന ലക്ഷക്കണക്കിന് ഫയൽ തീർപ്പാക്കി. അതൊക്കെ നിസ്സാരമായി കാണരുത്. ജീവിതത്തിൽ എന്തെന്നേക്കാൾ കുരുക്കിൽ നിന്ന് എത്രയോ ലക്ഷക്കണക്കിന് ആളുകളെ മോചിപ്പിക്കാൻ കഴിഞ്ഞു. ലക്ഷക്കണക്കിന് പേർക്ക് ഭവന പദ്ധതി, ലക്ഷക്കണക്കിന് പേർക്ക് പട്ടയം, ഇതെല്ലാം നൽകിയ ഒരു സർക്കാരിനെതിരെ എന്ത് കുറ്റമാണ് പറയുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിക്കാം എല്ലാവർക്കും. എന്ത് ജനദ്രോഹ വിഷയം വല്ലോ ചെയ്തിട്ടുണ്ടോ ഈ സർക്കാരിനെതിരെ ജനദ്രോഹ സർക്കാർ എന്ന് പറയാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഞങ്ങളല്ല ജാതി പറയുന്നില്ല, മതം പറയുന്നില്ല. ഞങ്ങൾ നാട്ടിൽ വന്ന പുരോഗതി, വികസനം, ക്ഷേമം ഇതിനെക്കുറിച്ച് മാത്രമേ ഞങ്ങൾ അന്തസ്സായി പറയുന്നുള്ളൂ. LDFൻ്റെ പ്രവർത്തകരും നേതാക്കളും അന്തസ്സായി പറയുന്നില്ല. ഞങ്ങൾക്ക് ഈ ആവശ്യമില്ലാത്ത നെഗറ്റീവായിട്ടുള്ള പ്രചരണവും കുറ്റം പറച്ചിലും അല്ല ഞങ്ങളുടെ പണി. ഞങ്ങൾ അങ്ങോട്ട് ആരുടെയും കുറ്റം പറഞ്ഞില്ല. ഞങ്ങളുടെ കുറ്റം ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരേ ഒരു വിഷയം, ശബരിമലയിലെ കട്ടളപ്പാളിയിൽ നടന്ന ഒരു ക്രമക്കേട്. അത് അവിടെ നടന്നൊരു ക്രൈമാണ്. അത് പല ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടും പല ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം ക്രൈമുകൾ നടക്കാറുണ്ട്. അത് കൃത്യമായി അന്വേഷിക്കുന്ന ഒരു പക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇവിടെ ആയിരിക്കും, ഇപ്പോഴായിരിക്കും. വിശ്വാസികൾക്ക് ഇതുമായി ഈ മോഷണമായിട്ട് എന്ത് ബന്ധം? വിശ്വാസികളെ സംബന്ധിച്ചാണ് എനിക്ക് ക്ഷേത്രത്തിൽ പോകണം, അല്ലെങ്കിൽ എനിക്ക് പള്ളിയിൽ പോകണം, എനിക്ക് മോസ്കിൽ പോകണം, എനിക്ക് പ്രാർത്ഥിക്കണം, എൻ്റെ വിശ്വാസം നിലനിർത്തണം എന്നുള്ളതല്ലാതെ ഈ കട്ടളപ്പാടിയിലെ സ്വർണവും ഭക്തനും തമ്മിൽ എന്ത് ബന്ധം? അത് മോഷ്ടിച്ചവർ ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ, അതവിടെ നിൽക്കട്ടെ. ഞാനൊരു ദൈവവിശ്വാസിയാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ക്ഷേത്രത്തിൽ പോകണം, എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്കുള്ള സൗകര്യമുണ്ടോ, എനിക്ക് ദർശനം നടത്താനുള്ള സൗകര്യമുണ്ടോ, അവിടെ എന്തെങ്കിലും കുറവുകളുണ്ടോ, അത് മാത്രമേ ഉള്ളൂ എന്നെ സംബന്ധിച്ചുള്ള വിഷയം. എനിക്ക് എൻ്റെ കയ്യിലല്ല. ഞാനൊരു സാധാരണ ദൈവവിശ്വാസിയായ ഒരു ഭക്തനാണ്. ആ ഭക്തനെ സംബന്ധിച്ച് ഇതിൻ്റെ ഭരണവുമായി ആ ഒരു ബന്ധവുമില്ല. പിന്നെ സർക്കാരിന് ദേവസ്വം ബോർഡിൻ്റെ ഭരണവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ദേവസ്വം ബോർഡ് വേറൊരു ബോഡിയാണ്. അത് രാഷ്ട്രീയ ഇടപെടലുകൾ പാടില്ല എന്ന് ഹൈക്കോടതിയാണ് നിർദ്ദേശിച്ചിട്ടുള്ളൊരു ബോഡിയാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിലാണ്, ഞങ്ങളല്ല. ഈ അന്വേഷണവും ഞങ്ങളുടെ കയ്യിലല്ല, ഇതിൻ്റെ നടപടിക്രമവും ഞങ്ങളുടെ കയ്യിലല്ല, സർക്കാരിൻ്റെ കയ്യിലല്ല. അതുകൊണ്ട് ഇടതുമുന്നണിയെ പഴിക്കാൻ വേണ്ടി ഇതെടുക്കേണ്ട. ഞാനൊരു വിശ്വാസിയായിട്ട് ചോദിക്കുകയാണ്, വിശ്വാസിയെ ഇതെങ്ങനെ ബാധിച്ചു എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഭഗവാൻ
സ്വർണം മോഷ്ടിച്ച് സർക്കാർ മുതലാണ്, ദൈവത്തിൻ്റെ മുതൽ, അത് മോഷ്ടിക്കാൻ പാടില്ല. ആര് മോഷ്ടിച്ചാലും തെറ്റ് തന്നെയാണ്. പക്ഷേ ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ, ഭഗവാന് പണം എന്തിന്? ദൈവത്തിന് പണം വേണോ? ദൈവത്തിന് ആഡംബരം വേണോ? ദൈവത്തിന് സിംഹാസനം വേണോ? ഞാനൊരു വിശ്വാസിയാണ് ചോദിക്കുന്ന, ഞാൻ കടുത്ത വിശ്വാസി, അന്ധവിശ്വാസിയല്ല. പക്ഷേ ദൈവത്തിന് സിംഹാസനങ്ങൾ, സ്വർണ്ണ സിംഹാസനങ്ങൾ ആവശ്യമില്ല. ഈ മനുഷ്യനെയും സ്വർണവും ഒക്കെ, മനുഷ്യനെയും സൃഷ്ടിച്ച് അവന് സ്വർണവും നൽകിയ ദൈവത്തിന് സ്വർണ്ണ സിംഹാസനം വേണം എന്ന് ചിന്തിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ മണ്ടത്തരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വിശ്വാസി എന്ന നിലയിൽ ഒരിക്കലും പാടില്ല. ഒരു സന്യാസിക്ക് എന്തിന് സിംഹാസനം? ആ സന്യാസി തന്നെ എല്ലാം ത്യജിച്ചവനാകണം എന്ന് പറയുമ്പോൾ ആ സന്യാസി ആരാധിക്കുന്ന ദൈവം എല്ലാം ഉള്ളവനാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം നിസ്സാരമായി കാണരുത്. അത് അറിഞ്ഞുകൂടാത്തവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് പറഞ്ഞ് വോട്ട് പിടിക്കാൻ ശ്രമിക്കേണ്ട. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തെ വെറും രൂപയുടെയോ സ്വർണത്തിൻ്റെയോ നാണയങ്ങളുടെയോ കണക്കിൽ തൂക്കരുത്. ക്രൈമിന് ശിക്ഷ വേണം. പക്ഷേ വിശ്വാസവും ഇതും തമ്മിലൊരു ബന്ധവുമില്ല. വിശ്വാസം എന്ന് പറയുന്ന ദൈവം സർവ്വവ്യാപിയാണെന്നാണ് പറയുന്നത്. സർവ്വതിൻ്റെയും സൃഷ്ടാവായ ദൈവം സർവ്വവ്യാപിയും നിർഗുണ പരബ്രഹ്മമെന്നാണ് പറയുന്നത്. അതായത് ഇതൊന്നും ആവശ്യമില്ല, ദൈവത്തിനതൊന്നും ആവശ്യം, ദൈവത്തിനെല്ലാം ഉണ്ട്, എല്ലാം തന്നവനാണ് ദൈവം. അല്ല നമ്മൾ അങ്ങോട്ട് കൊണ്ടുവന്ന് ദൈവം സൃഷ്ടിച്ച നമ്മൾ അങ്ങോട്ട് കൊണ്ടുവന്ന് ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ? ആർക്കാണ് നാണക്കേട്? ദൈവത്തിന് നാണക്കേട്. അതുകൊണ്ട് അത് അന്ധവിശ്വാസമാണ്. അതിലെനിക്ക് വിശ്വാസമില്ല. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തെ ആരാധിക്കും, പ്രാർത്ഥിക്കും. എൻ്റെ എല്ലാ ജീവിതത്തിലെ എല്ലാ കാര്യവും, നമ്മുടെ എല്ലാവരെയും വിശ്വാസികളുടെ എല്ലാം ജീവിതത്തിലെ എല്ലാ കാര്യവും നടത്തി തരുന്ന ദൈവമാണെന്ന് വിശ്വസിക്കും. വിശ്വാസമില്ലാത്തവർക്ക് അങ്ങനെയും വിശ്വസിക്കാം. പക്ഷേ ഇതും കട്ടളയുടെ ശബരിമലയിലിരുന്ന സ്വർണ്ണപ്പാളിയോ അല്ലെങ്കിൽ ദ്വാരപാലനെ പൊതിഞ്ഞ സ്വർണ്ണമോ ഭഗവാൻ ആവശ്യമില്ല. പക്ഷേ ഭഗവാന്റെ മുമ്പിൽ ഒരു അലങ്കാരത്തിന് വെച്ച സാധനമാണ്. അത് മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവർ ജയിലിൽ കിടക്കും. ഈ ഒരു ആത്മീയത മനസ്സിലാക്കിയാൽ മതി.